തെരച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. കിച്ചോടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. എന്റെ വീട്ടുകാരെ പറയുന്നു, എന്നെ പറയുന്നു. ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഈ പറഞ്ഞ ആള് തന്നെ അങ്ങനെയാണ്. അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത്, സുചേട്ടൻ്റെ വീട്ടുകാരെ ഉദ്ദേശമാണ് വീട്. ഇത് വീട് പൂട്ടി ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ രേണു ഒരു കാര്യം ചെയ്യും, സുധിച്ചേട്ടൻ്റെ അമ്മയും കൂടി അവിടെ കൊണ്ടു നിർത്തും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഓരോന്ന് പറയും. ഓൺലൈൻ മീഡിയാസ് ഓരോന്ന് ചോദിക്കും, അതിനോരോന്ന് പറയും. ഓൺലൈൻ മീഡിയാസിനെ കൊണ്ട് ചോദിപ്പിച്ചും ഓരോന്ന് പറയിക്കും. എന്നിട്ട് ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നിട്ട് അങ്ങ് ന്യായീകരിച്ച് അങ്ങ് മെഴുകലാണ് പണി. ഇതിപ്പോ ഒരു സ്ഥിര സംഭവമാണ്. ഇപ്പൊ വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ അവതാരകൻ ചോദിക്കുന്നത് രേണു നടത്തിയ പരാമർശങ്ങളെ കുറിച്ചാണ്. അതായത് വീട് ചോരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് മെയിനായിട്ട്. അപ്പോഴൊക്കെ രേണു ഇത് ഉരുണ്ട് കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് മനസ്സിലായത്. ഓരോ ചോദ്യം അദ്ദേഹം നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്, ഓരോ ചോദ്യങ്ങൾ. അപ്പോഴൊക്കെ അതിനകത്തുനിന്ന് തെന്നി മാറി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഓപ്പണായിട്ട് ചോദിച്ചോളൂ എന്ന് പറയുന്ന തരത്തിലേക്കാണ് രേണു കാര്യങ്ങൾ പറയുന്നത്. ഒന്നിനും ക്ലിയർ ആയിട്ടൊരു ആൻസർ കൊടുക്കാൻ രേണുവിന്റെ കയ്യിലില്ല എന്നതാണ് ഒരു സത്യം. രേണു പറയുന്നു, എന്റെ മനസ്സിലൊന്നുമില്ല, ഒരു കളങ്കമില്ലാത്ത മനസ്സാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ആരെന്ത് ചോദിച്ചാലും ഞാൻ വരികയൊന്നും നോക്കാതെ എടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നവർക്ക് അത് മനസ്സിലാവും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്രയും നാളും രേണു ഇങ്ങനെ ഫേമസ് ആകുന്ന സമയം തൊട്ട് രേണുവിന്റെ ഓരോ ഇന്റർവ്യൂകളും രേണുവിന്റെ ഓരോ ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂകളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്നായി രേണുവിനെ മനസ്സിലായിട്ടുണ്ട്. രേണു എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും രേണുവിന് വല്ല കള്ളത്തരം ഉണ്ടോ ഇല്ലയോ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇന്റർവ്യൂവിന് വന്നിരുന്ന് പറയാണ്, എന്റെ മനസ്സിലൊന്നുമില്ല, ഞാനൊന്നും വിചാരിച്ചുകൊണ്ടല്ല അത് പറഞ്ഞേ എന്ന് പറയുന്നു. അതോടൊപ്പം വീട് വെച്ച് നൽകിയ ഫിറോസിനെ കുറ്റം പറയുന്നു, കിച്ചുവിനെ കുറ്റം പറയുന്നു. അപ്പൊ രേണു ഇത് വളച്ചൊടിച്ച് ഇവര് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, കിച്ചു വീട്ടിൽ വരാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ എന്നൊക്കെ മാറ്റി പറയുന്നതല്ലാതെ കറക്റ്റായിട്ട് ഒരു ഉത്തരം ഒന്നിനും കൊടുക്കാൻ രേണുവിന് പറ്റുന്നില്ല. എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്ക് കണ്ടു നോക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ കാണാം. ശരിക്കും അങ്ങനെ ഒരു ഓഫർ തരുന്ന സമയത്ത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസിൽ കാണുന്ന ഒരു വാല്യൂ കാണുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഒന്നും കാണിക്കാത്ത ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രേണുസുധീനെയും ഒരുപക്ഷെ മക്കളെയും ഓർത്ത് ഒരുപക്ഷെ ആ സാഹചര്യത്തെയും അവസ്ഥയും കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം KHDC എന്നൊരു കൂട്ടായ്മ ശരിക്കും ഒരു വീഡിയോ വെച്ചിട്ടുണ്ടാവുമായിരിക്കും. സോ അങ്ങനെ തന്നൊരു ഓഫറിനെ, അങ്ങനെ കിട്ടിയ ഓഫറിനെ ഡിമാൻഡ് കാണിക്കാത്ത രേണുസുധി എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്രയധികം പരാതികളായിട്ട് വരാൻ? ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല, പരാതി പറഞ്ഞു. എനിക്കല്ലല്ലോ വീട് തന്നത്, എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ്. നമ്മൾ അവിടെ താമസിക്കുന്നത് തന്നെ മൂത്ത മോൻ അവിടെ നിൽക്കുന്നില്ല, അവൻ പഠിക്കാൻ പോയേക്കുവാണ്. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന തന്നെ ആ 5 വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം, അതിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. സോ നമ്മൾ എന്ത് ഡിമാൻഡ് കാണിച്ചെന്നാ പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താണ് പറഞ്ഞോളൂ. വീടിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് റോഹാൻ ഒരു ദിവസം വന്ന് നോക്കൂ. ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മള് ഇവിടെ തൊട്ടാണ് രേണു ഉരുളാൻ പോകുന്നത്. ഈ ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തി കൃത്യമായിട്ട് ചോദിക്കുകയാണ്, വീടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് രേണു ഇനി ഉരുണ്ട് കളിക്കാൻ പോകുന്നത്. ഇപ്പൊ കേട്ടോളൂ. ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്ന് അറിയാം, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നവർക്ക് ഇവർക്ക് ഭയങ്കര ജാടി, പക്ഷെ എന്നോട് ഒറ്റ തവണ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയും. കാരണം മനസ്സിലൊന്നും നിൽക്കൂല. ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാളെ ഞാൻ മനസ്സിലൊന്നും തോന്നുന്നു വിട്ടു പറഞ്ഞു. എന്തും ആകട്ടെ, എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്നൊരു സാധനമാണ് ഞാൻ. വീട് ചോരുന്നുണ്ട് രേണുസുധി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. അല്ല ശരിക്കും അത് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ? അല്ല, പുറത്തല്ലേ? പുറത്താണ്. ശരിക്കും പുള്ളിക്കാരി പറയണം, അവര് ചോദിച്ചപ്പോ ഇതെങ്ങനെ ചോരുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരുടെ എടുത്ത് ചോദിക്കുകയാണ്, ഇത് വീടിന്റെ അവിടെ വെച്ചിട്ടാണോ അതോ പുറത്ത് വെച്ചിട്ടാണോ എന്ന്. പുള്ളിക്കാരി വിചാരിച്ച എല്ലാവരും ഇത് കേട്ടങ്ങോട്ട് വിശ്വസിക്കുമെന്നാണ് കരുതിയെ. രേണു എന്ത് പറഞ്ഞാലും അത് എല്ലാവരും വിശ്വസിക്കും. ഓൺലൈൻ മീഡിയ വഴി എനിക്ക് എന്നാ വേണേലും പറയാം എന്ന് കരുതിയോ? രേണു മനസ്സിൽ ചിന്തിച്ചത് മാനത്ത് കണ്ട പ്രേക്ഷകരാണ് ഇവിടെ ഉള്ളതെന്ന് രേണു മറന്നുപോയി. എന്തായാലും ബാക്കി കേൾക്കാം.
ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാം? ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല, കൊറേ ചാനലുകാർ നിൽക്കുമല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ്. ഇത് അതിന്റെ കുറെ പ്രോബ്ലം ഒക്കെ പിന്നീട് നമ്മൾ എന്നെക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറിയാം. ഞാൻ അവിടെ അധികം നിൽക്കത്തില്ല. ഈ ചില്ലിട്ടോടത്തേ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിൽ എന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ആ സാധനമാണ് പറഞ്ഞത് ഞാൻ. പക്ഷെ ആ ചോർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്രത്തോളം കംപ്ലൈന്റ് ബീമിന്റെ ഫ്രണ്ടില് ചോറിനൊക്കെ നമുക്കത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. കാരണം അറിയാൻ പറ്റും. ബീമില്ലേ ഫ്രണ്ടിൽ, അത് പപ്പയൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബീമിന്നൊക്കെ ചോരുന്നുണ്ട്. അല്ലാതെ വേറെ വാർക്കയിലൊന്നും ഒരു ചോർച്ചയില്ല. ഇല്ല. ഈ രേണുസുതി തന്നെ മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കര കേട്ടത്, എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മരണം വരെ കടപ്പെട്ടിരിക്കും. ശരിക്കും ഒരു മിഠായിയുടെ കാര്യത്തിൽ വരെ ഇത്രത്തോളം നിന്നുള്ള രീതിയിലേക്ക് കടപ്പാട് കാണിക്കുന്ന ഒരാൾ. സോ ആയിട്ട് ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു സ്വപ്നത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വീട് കിട്ടിയിട്ടും ആ ചെയ്ത് തന്നൊരാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിളിച്ച് പരാതി പറയുമ്പോഴും ഇങ്ങനെ ചോരുണ്ടെന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണോ നന്മ കിട്ടിയതിനെ അപ്പുറത്തേക്ക് ഒരു പരാതി പറച്ചിൽ തന്നെയാണ് അല്ലേ? അത് എന്ത് തന്നെയാണ് അങ്ങനെ തന്നെയാണ്. ആളെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം അങ്ങനെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ പപ്പ വിളിച്ചിട്ടുണ്ട് ഒരുപാട്. അത് പിന്നീട് പപ്പ തന്നെ മുന്നോട്ട് പറയും. കാരണം വിളിച്ചിട്ടുണ്ട്, അന്നേരം എല്ലാം കിട്ടിയ മറുപടി വേറെയാണ്. അത് പപ്പ തന്നെ പറയുന്നുണ്ട്. പപ്പയുടെ ഫോണിലുണ്ടല്ലോ എല്ലാം. നമുക്കത് ഞാനത് നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല. ഉണ്ടായിരുന്നു നേരത്തെ, വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് വല്ലപ്പോഴും വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് ഫിറോസ്കു തന്നെ പറയുന്നു നിന്ന് രേണുസുതി അയച്ച വോയിസ് ഉണ്ടെന്നുള്ള. കോൺടാക്ട് ചെയ്ത ആൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ? അന്നയച്ച വോയിസ് എൻ്റെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത്, കോൺടാക്ട് ഇല്ല, നമ്പർ ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും ഈ വീട് വെച്ചെന്ന സമയത്ത് ഇത്ര വർഷത്തേക്ക് ഞങ്ങൾ അതിന്റെ മെയിൻ്റെനൻസും കൂടി നോക്കാം, അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടായിരുന്നു ശരിക്കും? അപ്പോൾ എനിക്കതിനെപ്പറ്റി സത്യമായിട്ട് റോഹാനെ എനിക്കതിനെപ്പറ്റി അറിയൂല. ഓക്കെ. അല്ല ശരിക്കും നമുക്കൊരു വീട് കിട്ടി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് വരുന്നു, അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ആലോചിക്കുന്ന. ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ. അല്ല ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. കിച്ചുവും മൃദുലും എനിക്ക് ഒരുപോലാണ്. കിച്ചു വലിയ കുട്ടിയാണ്, മറ്റേ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല. അപ്പൊ ഈ കുറ്റം പറയുന്നതെല്ലാം ഞങ്ങൾ അവിടെ വീട്ടിൽ കിടക്കുന്നു എന്നാണ് കുറ്റം പറയുന്നത് മുഴുവനും. അപ്പൊ ഒരു കാര്യം ഞാൻ ഓർത്ത് നമുക്കെന്നാ വീട് പൂട്ടി ആർക്കാണോ താക്കോൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം. അല്ല ഇപ്പൊ എന്നാ ചെയ്യാൻ? അല്ല ഇതിപ്പോ കുട്ടിക്ക് വേണ്ടി കൊടുത്ത വീടാണ് പറയുന്നതിൽ എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമുണ്ട്? കാരണം സന്തോഷമേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാണ്, സ്വാഭാവികമായിട്ട് അവൻ വളരണം, അവൻ പ്രായപൂർത്തിയാവണം. ഒരു 10-13 വർഷം ഇനിയും എടുക്കും അല്ലേ? അപ്പൊ ഈ അത്രയും വർഷക്കാലം അവൻ അനാഥനാവരുത്, അല്ലെങ്കിൽ അവൻ്റെതായിട്ടുള്ള നിൽക്കാൻ ഒരു സ്പേസ് ഇല്ലാതെ ആവരുന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ വീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. KCDC ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ഥലം തന്നുള്ള ബിഷപ്പാണെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്ത വീട് എന്ന് പറയുന്നതിൽ നമുക്കതിൽ വിഷമം കാണിക്കില്ല. കുട്ടി നമ്മുടെ എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് കൊടുക്കുന്ന വീട് എന്ന് പറയുമ്പോൾ വീട് പൂട്ടിയിട്ട് ഞാൻ വേറെ വാടകയ്ക്ക് വന്ന് പറയുന്നത്? അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കമൻസുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്നത് ഞാൻ അവിടെ താമസിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത്. കിച്ചു അവിടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത്. കിച്ചു നിൽക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു. ഇതിന് മാത്രം കേൾക്കാൻ എന്താ അവിടെ ചെയ്യുന്നത്? ഞങ്ങള് എൻ്റെ വീട്ടുകാരെ പറയുന്നു, എന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് സന്തോഷമാകാതെ ഞങ്ങളവിടെ നിൽക്കുന്നതിനാണ് ഈ ഒരു എന്താ പറയുക നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം, ഞങ്ങളുടെ വീടല്ലല്ലോ. ശരിക്കും ആളുകളും സോഷ്യൽ മീഡിയയും പറയുന്നതനുസരിച്ച് തീരുമാനം എടുക്കുന്ന ഒരാളാണോ രേണുസുതി? അങ്ങനെയല്ല. പക്ഷെ എങ്കിൽ പോലും ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഷൂട്ടിന് പോവാ. ആ കുട്ടിക്ക് തന്നെ അവിടെ നിൽക്കുക. പപ്പ അമ്മയാണ് അതിനെ നോക്കുന്നത്. അവരെ ഇറക്കി വിടാൻ പറ്റുമോ? അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ. ഈ പറഞ്ഞ ആൾ തന്നെ അങ്ങനെയാണ്. അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത്, സുചേട്ടൻ്റെ വീട്ടുകാരെ ഉദ്ദേശമാണ് വീട്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മേനെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമോ? അല്ലേ? സുധിയുടെ അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ ഒപ്പം താമസിപ്പിക്കേ. അപ്പോൾ ശരിയായില്ലേ? നിങ്ങളുടെ അപ്പനും അമ്മയും എല്ലാവരും ചേർന്ന് ജീവിക്കൂ. എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തിലെ ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ സ്ഥാനമുണ്ട്. കിച്ചു വന്ന് കയറുമ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല, മര്യാദയ്ക്ക് സംസാരിക്കുന്നു പോലുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് കിച്ചുവിന്റെ വെല്ലുമ്മച്ചീനെയൊക്കെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കേ. അതിനെന്താ രേണുവിന് പറ്റത്തില്ലേ? ഇതൊക്കെ ഉദ്ദേശമാണ് സുചേട്ടൻ്റെ മക്കൾക്ക് ഇവര് വീട് കൊടുത്തത്.
സുചേട്ടൻ്റെ മക്കൾക്ക്, ആ മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത്, ഇന്നോരെ ഉദ്ദേശമൊന്നുമല്ലോ കൊടുത്തത്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്, അല്ലെ എൻ്റെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നത്. 5 വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്കാരാ ഉള്ളത്? അപ്പനും അമ്മയോട് പ്രായമാണെങ്കിൽ അവർക്ക് 62-63 വയസ്സുണ്ട്, അവർ നോക്കുന്നില്ല ഇപ്പോഴും. അപ്പൊ പിന്നെ അവരവിടെ നിൽക്കുന്നതിന് എന്തിനാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർ? അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ ചെയ്യുന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഇപ്പം നമുക്ക് തന്നൊരു വീട് അല്ലേ, അതിപ്പോൾ ദാനമായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും വീട് നമ്മുടെ തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ല. ഇല്ലല്ലോ, ഇല്ല. നമ്മുടെ പിള്ളേരുടെ ആണ്. അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് വേണ്ടി അളവ് തരുമ്പോൾ അതെങ്ങനെയാണ് വേർതിരിവ് വരുമോ? നമ്മുടെ തന്നെയല്ലേ. ശരി ശരി. നാട്ടുകാർക്കാണ് കുഴപ്പമെന്നാണ് പറയുന്നത്. രേണു സുധിയുടെ വീട്ടുകാർ അവിടെ നിൽക്കുന്നതാണ് കുഴപ്പം, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീരുമെന്നാണ് പറയുന്നത്. എന്നാൽ രേണുവിന്റെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നതിന് ആരാണ് കുറ്റം പറഞ്ഞത്? ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ വീഡിയോ ഇറങ്ങിയിട്ട് 5-6 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പേ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. രേണു എങ്ങനെയാണ്, എന്താണ്, രേണുവിന്റെ വായിന്ന് വീഴുന്നത് എന്താണ്. എന്നിട്ട് ഇപ്പൊ കിച്ചു വരാത്തതുകൊണ്ടാണ്, കിച്ചു താമസിക്കാത്തതുകൊണ്ടാണ്, എൻ്റെ വീട്ടുകാർ അവിടെ നിൽക്കുന്നതാണോ നിങ്ങളുടെ കുഴപ്പം, അതിനാണോ കുഴപ്പം, ഇതിനാണോ കുഴപ്പം എന്നൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും വിടുവാത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് മിന്നും നോക്കാതെ സംസാരിച്ചിട്ട് വീട് വെച്ച് തന്നവരെയും കുറ്റം പറഞ്ഞ് സഹായിച്ചവരെയും കുറ്റം പറഞ്ഞ് മിടുക്കിയാകാൻ ശ്രമിച്ചതാണ് നിങ്ങൾക്ക് വന്ന കുഴപ്പം. കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഉടനെ കാണാം.